ഭാരതരി വിതരണത്തിനായി സംസ്ഥാനത്ത് 200 ഔട്ട്ലെറ്റുകൾ തുറക്കാൻ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനം. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിൽപ്പന നടത്തുന്നത്. 5-10 കിലോ പാക്കറ്റുകളിലായി 29 രൂപ നിരക്കിലാണ് അരി ലഭിക്കുക. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്നും. ടിൻഡു, 29 രൂപ നിരക്കിൽ അരി ലഭിക്കുക സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം വലിയ സഹായമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ ഒരു കരുതൽ തന്നെയാണ് നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട എന്തൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞത്? സംസ്ഥാനത്ത് വരും മാസങ്ങളിൽ അരിവില വർദ്ധിക്കുമെന്ന ഭക്ഷ്യവകുപ്പ് മന്ത്രി പ്രസ് മീറ്റ് നടത്തിയിട്ട് അല്ലെങ്കിൽ മാധ്യമങ്ങളെ അറിയിച്ചിട്ട് ദിവസങ്ങൾ പിന്നിടുന്നില്ല. സംസ്ഥാനത്ത് 5 ടൺ അരിയാണ്, ഭാരത് അരിയാണ് വിൽപ്പനയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നത്. 200 ഔട്ട്ലെറ്റുകൾ സംസ്ഥാനത്ത് തുറക്കുമെന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പുള്ളത്. നഫെഡ്, NCCF, അതുപോലെ തന്നെ കേന്ദ്രീയ ഭണ്ഡാർ തുടങ്ങിയ ഔട്ട്ലെറ്റുകൾ വഴിയായിരിക്കും സംസ്ഥാന വ്യാപകമായി ഭാരത് അരി ലഭിക്കുക. 5-10 കിലോ പാക്കറ്റുകളായി 29 രൂപ നിരക്കിലാണ് അരി ലഭിക്കുക. നമുക്കറിയാം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അരി കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അരി വിൽക്കപ്പെടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. മലയാളിക്ക് ചോറില്ലാതെ ഒരു ഭക്ഷണമില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ 29 രൂപയ്ക്ക് അരി ലഭിക്കുക എന്ന് പറയുന്നത് മലയാളിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വാസമുള്ള കാര്യമാണ്. സംസ്ഥാനത്ത് ഇപ്പോൾ ഏതാണ്ട് 55 രൂപ നിരക്കിലാണ് അരി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ അത് അത്രയും സഹായമുള്ള കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഇല്ലാതെ ഒരാൾക്ക് ഒറ്റത്തവണ 10 കിലോ അരി വരെ വാങ്ങാമെന്നാണ് ഇതിൽ ഏറ്റവും പ്രത്യേകത. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളായി ഭാരത് അരി സംസ്ഥാനത്ത് വിപണനം ചെയ്യുന്നു എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെ റേഷൻ കാർഡുകൾ വഴി അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് കൂടുതൽ ആനുകൂല്യത്തോടു കൂടി അല്ലെങ്കിൽ 1-2 2-ലധികം തവണ അരി വാങ്ങാമെന്നൊരു ഒരു വാർത്തയും ഉണ്ടായിരുന്നു. അതോടൊപ്പമാണ് റേഷൻ കാർഡ് ഇല്ലാതെ ഒരാൾക്ക് ഒറ്റത്തവണ 10 കിലോ അരി വരെ വാങ്ങാമെന്നുള്ളത്. കൂടാതെ സ്വകാര്യ സംരംഭകർക്കും സൊസൈറ്റികൾക്കും ഇതിൽ പങ്കാളികളാവാം. നേരത്തെ തന്നെ സംസ്ഥാനത്ത് ഈ ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റം വഴി, അതായത് പൊതുവിപണിയിലെ സിസ്റ്റം വഴി സ്വകാര്യ സ്ഥാപനങ്ങൾ വഴിയായിരുന്നു സംസ്ഥാനത്ത് അരി ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. അതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലോടുകൂടി സ്വകാര്യ സംരംഭകർക്കും സൊസൈറ്റി വഴി ഭാരത് അരി വിൽപ്പന ചെയ്യാൻ സാധിക്കും. ടിൻഡു പറഞ്ഞതുപോലെ തന്നെ ഈ അടിക്കടി വിലക്കയറ്റം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. പ്രത്യേകിച്ച് അരിക്ക് വില കുതിച്ചു വരുന്ന ഒരു അവസ്ഥ. 55, 60, 65 ഒക്കെ ആയിട്ട് വിവിധ തരത്തിലുള്ള അരിയുടെ വില ഇതിനകം മാറിക്കഴിഞ്ഞു. അവിടെയാണ് പൊന്നിയടക്കമുള്ള ഗുണമേന്മയുള്ള അരി 29 രൂപ നിരക്കിൽ വിതരണം ചെയ്യുന്നത്. ടിൻഡു പറഞ്ഞതുപോലെ തന്നെ റേഷൻ കാർഡ് ഇല്ലാതെ തന്നെ 10 കിലോ അരിയടക്കം ലഭിക്കുക, അത് എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ലഭിക്കുക എന്നത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പം കൃത്യമായ രീതിയിൽ എല്ലാവർക്കും ഈ അരി ഉറപ്പുവരുത്തുക, ലഭ്യത ഉറപ്പുവരുത്തുക, അത്തരത്തിലുള്ള ഒരു ഇടപെടൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? തീർച്ചയായും അത്തരത്തിലൊരു ഇടപെടൽ തന്നെയാണ്. ഏറ്റവും താഴേക്കിടയിലുള്ള ഏറ്റവും സാധാരണക്കാർക്ക് വരെ കുറഞ്ഞ വിലയിൽ അരി ലഭിക്കുക അല്ലെങ്കിൽ ഭക്ഷ്യസാധനം ലഭിക്കുക എന്ന് പറയുന്നത് ഏറ്റവും സഹായകരമായ കാര്യം തന്നെ. നമുക്കറിയാം, സംസ്ഥാനത്ത് നോക്കൂ, സംസ്ഥാനത്ത് ഇന്ന് കേന്ദ്രത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് മന്ത്രിമാരെല്ലാം ഡൽഹിയിൽ സമരം ചെയ്യുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ എന്ന് പറയുന്നത് അത്രയും സഹായകരമായിട്ട് ഇടപെടലാണ്. 200 ഔട്ട്ലെറ്റുകൾ ഭാരത് അരിക്ക് വേണ്ടി മാത്രം 200 ഔട്ട്ലെറ്റുകൾ തുറക്കുക എന്ന് പറയുമ്പോൾ ഏതൊരു സാധാരണക്കാരനും എളുപ്പം ഈ അരി ലഭ്യമാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഔട്ട്ലെറ്റുകൾ ഓപ്പൺ ചെയ്യാത്ത സ്ഥലത്ത് അല്ലെങ്കിൽ ഔട്ട്ലെറ്റുകൾ തുറക്കാത്ത സ്ഥലങ്ങളിൽ മൊബൈൽ വാനുകൾ വഴി അരി ലഭ്യമാക്കാനുള്ള സംവിധാനവും ഏർപ്പെടുത്തി. റേഷൻ കാർഡ് ഇല്ല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ അരി സ്വന്തമാക്കാൻ അരി കുറഞ്ഞ വിലയ്ക്ക് ഏറ്റവും കൂടുതൽ. ഏതായാലും ഭാരത് അരി വിതരണത്തിനായി സംസ്ഥാനത്ത് 200 ഔട്ട്ലെറ്റുകൾ തുറക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. നാഫെഡ്, NCCF, കേന്ദ്രീയ ഭണ്ഡാർ എന്നീ ഔട്ട്ലെറ്റുകൾ വഴിയാണ് വിൽപ്പന നടത്തുക. 5-10 കിലോ പാക്കറ്റുകളിലായി 29 രൂപ നിരക്കിലാണ് അരി ലഭ്യമാവുക. വിവരങ്ങളാണ് ടിൻഡു ദാസ് നൽകിയത്.